നമസ്കാരം. IBPS RRB അതായത് റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. PO ലെവലും വന്നിട്ടുണ്ട്, അതായത് ക്ലർക്കൽ ലെവലും വന്നിട്ടുണ്ട്. PO എന്ന് പറയുന്നത് പ്രൊബേഷണറി ഓഫീസറാണ്. ഓഫീസർ ലെവലിലും വന്നിട്ടുണ്ട്, അതുപോലെ ക്ലർക്കൽ ലെവലും വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നോക്കിയിട്ട് മക്കളെ, IBPS RRB 10th. ഈ 10th എന്ന് പറയുന്നത് ഒന്നുമല്ല, കറണ്ട് ഇയർ 10th എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത വർഷമാണ് RRB വരുന്നതെങ്കിൽ 11th ആയിട്ടായിരിക്കും വരുന്നത്. ഇനി മുന്നത്തെ വർഷം വന്നത് 9th ആണ്. ഈ വർഷത്തെ 10th RRB ആണ് വന്നിരിക്കുന്നത്. RRB എന്ന് പറയുന്നത് റീജിയണൽ റൂറൽ ബാങ്ക്സ് ആണ്. നമ്മുടെ കേരളത്തിലുള്ളത് കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. ഓക്കെ, സോ ഗ്രൂപ്പ് A എന്ന് പറയുന്നത് ഓഫീസർ ലെവലാണ്. സ്കെയിൽ 1, അതുപോലെ സ്കെയിൽ 2, സ്കെയിൽ 3 ആണ് നോട്ടിഫിക്കേഷനിലുള്ളത്. അതുപോലെ B ഓഫീസർ ഗ്രൂപ്പ് B എന്ന് പറയുന്നത്, അതായത് ക്ലർക്കൽ ലെവൽ ഓഫീസർ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇവർ പറഞ്ഞിരിക്കുന്നത് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായിരിക്കും പ്രിലിംസ് എക്സാമും അതുപോലെ മെയിൻസ് എക്സാമും കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇൻ്റർവ്യൂ നടക്കുന്നത് നവംബർ മാസത്തിലാണ്. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഡേറ്റുകളെല്ലാം മാസവും ടെനറ്റേറ്റീവ് ആണ്, ചേഞ്ചബിൾ ആണ്. ഓക്കെ, കാരണം കോവിഡിൻ്റെ സിറ്റുവേഷൻ നിൽക്കുന്നത് കൊണ്ട് അവർ കൃത്യമായിട്ട് ഡേറ്റ് ഈവൻ തോ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് മാറാം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് മുതലാണ് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സോ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം, രണ്ട് കാര്യമാണല്ലേ നമ്മൾ പറഞ്ഞത്. ഒന്ന് ക്ലറിക്കൽ ലെവൽ. ഓക്കെ, ഒന്ന് എന്ന് പറയുന്നത് ക്ലറിക്കൽ ലെവൽ എക്സാമും ഒന്ന് പ്രൊബേഷണറി ഓഫീസർ ലെവലാണ്. അതായത് മാനേജർ, അസിസ്റ്റൻറ്റ് മാനേജർ ആയിട്ടായിരിക്കും നിങ്ങൾ പ്രൊബേഷണറി ഓഫീസർ ആയിട്ട് കയറുന്നത്. ഓക്കെ, നിങ്ങളൊരു ക്ലറിക്കൽ ലെവലിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾക്ക് പ്രധാനമായിട്ടും എക്സാംസ് എന്ന് പറയുന്നത് ഒന്ന് പ്രിലിമിനറിയും അതുപോലെ മെയിൻസ് എക്സാമും മാത്രമായിരിക്കും ഉണ്ടാവുക. പ്രിലിമിനറി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ക്വാളിഫയിങ് നേച്ചറാണ്. അത് നിങ്ങൾ പാസ്സായാൽ അടുത്തതെന്ന് പറയുന്നത് മെയിൻസ് ആണ്. നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ജോലിയിലേക്ക് കയറാവുന്നതാണ്. പിന്നെ അടുത്തത് വരുന്നതാണ് ഓഫീസർ പോസ്റ്റ്. ഒന്ന് സ്കെയിൽ 1, സ്കെയിൽ 2, സ്കെയിൽ 3 എന്ന് പറയുന്നത്. സ്കെയിൽ 1 നമുക്ക് പ്രിലിമിനറി എക്സാമും ഉണ്ടാവും. നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് മെയിൻസ് ആണ്. മെയിൻസിൽ നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ അടുത്തതെന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ കാണുന്ന സ്കെയിൽ 2ഉം സ്കെയിൽ 3യും ഇത് രണ്ടും, ഇത് എന്ന് പറയുന്നത് മാനേജർ ലെവലിലാണ്. അതുപോലെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, അതായത് IT ഓഫീസർ, അതുപോലെ CA ഓഫീസർ, ആ ഒരു പോസ്റ്റാണ് ഈ പറയുന്ന സ്കെയിൽ 2 എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒറ്റൊരു എക്സാം മാത്രമേ ഉള്ളൂ, ഓൺലൈനാണ് നടക്കുന്നത്. ആ സിംഗിൾ എക്സാം നിങ്ങൾ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതെന്ന് പറയുന്നത് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരിക്കും. സെയിം പ്രൊസീജിയർ തന്നെയാണ് ഓഫീസർ സ്കെയിൽ 3 എന്ന് പറയുന്നത്. ഓക്കെ, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ. ഓക്കെ, സോ നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത്, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത് ക്ലറിക്കൽ ലെവലുള്ള ഈ പോസ്റ്റും അതുപോലെ ഓഫീസർ ലെവലുള്ള ഈ പോസ്റ്റും. ഓക്കെ, ക്ലറിക്കലായിട്ടും PO ആയിട്ടും കയറുന്ന പോസ്റ്റ്. ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞ കാര്യം? ശരി. ഇപ്പം നിങ്ങളിപ്പം ഡൗട്ടുള്ളത് ഒരു കാര്യം ഇതിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഡൗട്ട് എന്ന് പറയുന്നത്, സർ നമുക്ക് ക്ലറിക്കൽ ലെവലുണ്ട് PO ലെവലുണ്ട്, നിങ്ങൾക്ക് രണ്ടിനും അപ്ലൈ ചെയ്യാം. ഒരേ സമയത്ത് നിങ്ങൾക്ക് രണ്ട് പോസ്റ്റിന് വേണ്ടിയിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഓഫീസർ എന്ന് പറയുന്ന 1, 2, 3 നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം ഏതെങ്കിലും ഒരു ഓഫീസർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞ കാര്യം? ഓക്കെ, ശരി. ഇനി ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, നമുക്ക് കേരളത്തിലുള്ളത് കേരള ഗ്രാമീൺ ബാങ്കാണ്. മലപ്പുറത്താണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം അവർ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ വാലിഡിറ്റിയാണ്. ഇപ്പം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, അതായത് എക്സാംസ് എല്ലാം കഴിഞ്ഞു, അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അന്ന് മുതൽ ഒരു വർഷമാണ് നമുക്ക് ഈ പറയുന്ന അലോട്ട്മെൻറ്റിൻ്റെ വേക്കൻസി. ഈ വേക്കൻസി എന്ന് പറയുന്നത് ഫില്ല് ചെയ്യാൻ പെടാവുന്ന ഇയർ എന്ന് പറയുന്നത് ഒരു വർഷമാണ് കാലാവധി കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ പുതിയ വേക്കൻസി ലിസ്റ്റ് അല്ലെങ്കിൽ പുതിയ എന്താ പറയുന്നത് എക്സാം എഴുതി പാസ്സാവുന്നവരുടെ ലിസ്റ്റ് വരുന്നത് വരെ ഈ ഒരു ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കും. ക്ലിയർ? ശരി. ഇനി അടുത്തത് നമ്മൾ നോക്കാനുള്ളത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. പ്രധാനമായിട്ടും ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നാഷണാലിറ്റി ആണ്, രണ്ടാമത് വരുന്നത് ഏജ് ആണ്, മൂന്നാമത് വരുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ഇപ്പോൾ നാഷണാലിറ്റി നമുക്കറിയാം, നമ്മളെല്ലാവരും ഇന്ത്യൻസ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യം വരില്ല. സോ നാഷണാലിറ്റി അവർ പറയുന്നത് ഒന്നില്ലെങ്കിൽ ഇന്ത്യൻ ആയിരിക്കണം. പിന്നെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നേപ്പാൾ, ഭൂട്ടാൻ, അതുപോലെ ടിബറ്റൻ റെഫ്യൂജീസ് ആണ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഏജിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഏജിൽ
പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ടത് ഒന്ന് ക്ലറിക്കൽ ലെവലിലേക്കുള്ളതാണ്. ക്ലറിക്കൽ ലെവലിലെ ഏജ് എന്ന് പറയുന്നത് 18-നും 28 വയസ്സിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ ഏജ് എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ അവർ പറയുന്നൊരു കാര്യം, ഏജ് അതായത് 2/6/1993-നും അതുപോലെ 1/6/2003-നും ഇടയിലായിരിക്കണം നിങ്ങൾ ജനിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു ഡേറ്റിനാണ് ജനിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാമിന് അപ്ലൈ ചെയ്യാം. കാരണം ബോത്ത് ഡേറ്റ്സ് ആർ ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ബോത്ത് ഡേറ്റ്സ് ആർ എന്താ ഇൻക്ലൂസീവ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓഫീസർ പോസ്റ്റാണ്, സ്കെയിൽ 1. ഓക്കെ, അസിസ്റ്റൻറ്റ് മാനേജർ. അവരുടെ ഏജ് എന്ന് പറയുന്നത് 18-നും 30 വയസ്സിനും ഇടയിലാണ് അവരുടെ ഏജ് എന്ന് പറയുന്നത്. ഇനി അവരുടെ ജനിച്ചിരിക്കേണ്ട തീയതി എന്ന് പറയുന്നത് 3/6/1991-നും അതുപോലെ 31/5/2003-നും ഇടയിൽ ആയിരിക്കണം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓഫീസർ സ്കെയിൽ 2 ആണ്, മാനേജർ പോസ്റ്റിലേക്ക് വരുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് അതുപോലെ സ്കെയിൽ 2-ഉം സ്കെയിൽ 3 എന്നൊക്കെ പറയുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ഹാവ് ബി ബോൺ. ഓക്കെ, ഏജ് എന്ന് പറയുന്നത് 21-നും 32 വയസ്സിനും ഇടയിലായിരിക്കണം ആയിരിക്കുക സ്കെയിൽ 2-ന്. ഓക്കെ, ഇനി അവരുടെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 3/6/1989-നും അതുപോലെ 31/5/2000-നും ഇടയിൽ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഓഫീസർ സ്കെയിൽ 3 സീനിയർ മാനേജർ പോസ്റ്റിലേക്ക്. ഓക്കെ, സ്കെയിൽ 3 പോസ്റ്റ് ഏജ് എന്ന് പറയുന്നത് 21-നും 40 വയസ്സിനും ഇടയിലാണ്. ഇനി അതുപോലെ അവർ പറഞ്ഞിരിക്കുന്നത് 3/6/1981-നും 31/5/2000-നും ഇടയിൽ ആയിരിക്കണം അവർ ജനിച്ചിട്ടുണ്ടായിരിക്കുന്നത്. ബോത്ത് ഡേറ്റ്സ് ആർ എന്താ ഇൻക്ലൂസീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളൊരു ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ ഈ 2 പോസ്റ്റുമാണ് നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇവരുടെ റിലാക്സേഷനാണ്, ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി ഇപ്പം SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷമാണ് റിലാക്സേഷൻ കൊടുക്കുന്നത്. അതുപോലെ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷമാണ് റിലാക്സേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ അവർ പറയുന്നത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി എന്ന് പറയുന്നത്, അതായത് ഫിസിക്കലി ഡിസേബിൾ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് പറയുന്നത്. 10 വർഷമാണ് അവർ കൊടുത്തിരിക്കുന്ന ലിമിറ്റ് എന്ന് പറയുന്നത്. എക്സ്ട്രാ അവർക്ക് 10 വർഷം കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എക്സ് സർവീസ്മാൻ, ഡിസേബിൾഡ് എക്സ് സർവീസ്മാൻ അതിന് പറഞ്ഞിരിക്കുന്നത് ക്ലറിക്കൽ പോസ്റ്റിനാണെങ്കിൽ ആക്ച്വൽ പീരീഡ് ഓഫ് എന്താ സർവീസ് റെൻഡഡ് ഇൻ ഡിഫൻസ് പ്ലസ് എന്താ 3 ഇയേഴ്സും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഡിസേബിൾഡ് ആയിട്ടുള്ള എക്സ് സർവീസ്മെൻ ആണെങ്കിൽ 8 വർഷം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി പോസ്റ്റ് ഓഫ് ഓഫീസേഴ്സ് ആണെങ്കിൽ എന്താ 5 വർഷമാണ് അവർ റിലാക്സേഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് വിഡോസ് അതുപോലെ ഡിവോഴ്സ് വുമൻ ലീഗലി സെപ്പറേറ്റഡ് ഫ്രം ദെയർ ഹസ്ബൻഡ്സ് ആണെങ്കിൽ അവർക്ക് വരുന്നത് ഇങ്ങനെയാണ്. 35 ഇയേഴ്സ് ആണ് എന്ത് ജനറൽ EWS, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. അതുപോലെ 38 ഇയേഴ്സ് ആണ് OBC കാൻഡിഡേറ്റ്സ് വരുന്നത്. 40 ഇയേഴ്സ് ആണ് SC/ST കാൻഡിഡേറ്റ്സ് വരുന്നത്. പിന്നെ പേഴ്സൺ അഫക്റ്റഡ് ബൈ 1984 റൈറ്റ്സിൻ്റെ ആണെങ്കിൽ അവർക്ക് 5 വർഷം കൂടി റിലാക്സേഷൻ കിട്ടും, എക്സ്ട്രാ കിട്ടും. ഓക്കെ, ശരി. ഇനി നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ്. നമ്മൾ ആദ്യം നോക്കുന്നത് ക്ലറിക്കൽ ലെവൽ പോസ്റ്റാണ്. ക്ലറിക്കൽ ലെവൽ പോസ്റ്റ് ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു ഡിഗ്രി മതി. ഓക്കെ, ഇത്രയും മാർക്ക് നിങ്ങൾ ഡിഗ്രിയിൽ മേടിക്കണം എന്നവർ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് നിങ്ങൾ ഡിഗ്രി പാസ്സായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി അതുപോലെ പറയുന്നൊരു കാര്യം പ്രൊഫിഷ്യൻസി ഇൻ എന്താണ് ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ മലയാളത്തിലുള്ള ലാംഗ്വേജ്, മലയാളം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണ് ഒരു കാര്യം അവർ പറയുന്നത്. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതെല്ലാവർക്കും ഈ കാലത്തുള്ളതാണ്. ഇതാണ് ഓഫീസ് അസിസ്റ്റൻറ്റ് ക്ലർക്കൽ ലെവലിന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഓഫീസർ സ്കെയിൽ 1 അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് കയറുന്നവരുടെ സെയിം തന്നെയാണ്, ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവർ പറയുന്നുണ്ട് നിങ്ങൾ അഗ്രികൾച്ചറോ ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, ആനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, പിസിക്കൾച്ചർ, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്, കോർപ്പറേഷൻ, ഇൻഫോർമേഷൻ ടെക്നോളജി, മാനേജ്മെൻറ്റ്, ലോ, എക്കണോമിക്സ് ഓർ അക്കൗണ്ടൻസി പാസ്സായിട്ടുള്ളവർക്ക് അവർക്ക് പ്രിഫറൻസ് കൂടുതൽ കൊടുക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇത് പഠിക്കാതെ വേറൊരാൾ കൂടി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് എന്താ ഒരു ഇച്ചിരി മുൻഗണന ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. ഇനി അവർ പറയുന്നുണ്ട് കമ്പ്യൂട്ടർ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് സ്കെയിൽ 2 പോസ്റ്റാണ്, മാനേജർ പോസ്റ്റിലേക്കാണ് വരുന്നത്. അതും സെയിം തന്നെയാണ്, ഡിഗ്രി വേണം. അതുപോലെ എന്താണ് ഇതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവർ പറയുന്നുണ്ട് മിനിമം ഓഫ് എന്താ 50% മാർക്കും കൂടി വേണം. ഓക്കെ, അഗ്രിഗേറ്റ്
ഗ്രാജുവേഷനിൽ നിങ്ങൾക്ക് 50% മാർക്ക് വേണം എന്നവർ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം അവർ പറയുന്നത്, നിങ്ങൾ മാനേജർ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിലോ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ 2 വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി വേണമെന്ന് അവരെടുത്ത് പറയുന്നുണ്ട്. ക്ലിയർ? ഇനി അടുത്ത നമുക്ക് നോക്കാം, സ്കെയിൽ 2 തന്നെയാണ്. നമ്മളിപ്പോൾ കണ്ടത് മാനേജർ പോസ്റ്റാണ്. അതുപോലെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ വരും. സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത് IT ഓഫീസർ, അതുപോലെ ഇവരുടെ വക്കീൽ, അതായത് ലോ ഓഫീസർ, അങ്ങനെയുള്ളതാണ് ഈ പറയുന്ന സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും ഇപ്പോൾ ഉദാഹരണമായിട്ട് എല്ലാത്തിലും എന്താ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് നിർബന്ധമാണ്. നിങ്ങളിപ്പം IT ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ASP, PHP, C++, ജാവ ഇതിലെന്ത് വേണം? സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ 1 വർഷം ആ ഫീൽഡിലുള്ള പ്രവൃത്തി പരിചയം വേണം എന്ന് പറയുന്നുണ്ട്. ഇനി ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് അടുത്തത് വരുന്നത്. സർട്ടിഫൈഡ് അസോസിയേറ്റ് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ വേണം. പിന്നെ അതുപോലെ 1 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. ഇനി ലോ ഓഫീസറായിട്ടാണെങ്കിൽ 50% മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിലും 50% മാർക്കാണ്. ലോയിൽ 50% മാർക്ക് നിങ്ങൾ നേടിയിരിക്കണം. ഓക്കെ. പിന്നെ പറയുന്നൊരു കാര്യം, 2 years as an advocate or should have worked as a law officer in banks or financial institution for a period of not less than 2 years. രണ്ടിൽ കുറഞ്ഞ, അതായത് 2ൽ കൂടുതൽ നിങ്ങൾ എക്സ്പീരിയൻസ് വേണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ട്രഷറി മാനേജറാണ്, അത് സെയിം തന്നെ ചാർട്ടേഡ് അക്കൗണ്ടോ MBA ഇൻ ഫിനാൻസ്. മാർക്കറ്റിംഗ് ഓഫീസർ MBA ഇൻ മാർക്കറ്റിംഗ്, 1 വർഷം വെച്ചിട്ട് നമുക്ക് എക്സ്പീരിയൻസ് വേണം. പിന്നെ നിങ്ങൾ അഗ്രികൾച്ചർ ഫീൽഡാണ് ഓഫീസറായിട്ടാണ് നോക്കുന്നതെങ്കിൽ 2 വർഷത്തെ എന്ത് വേണം? ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് വേണം. ഇനി ലാസ്റ്റത്തെ വരുന്നതാണ് സ്കെയിൽ 3 എന്ന് പറയുന്നത് സീനിയർ മാനേജർ. നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം ബാങ്കിങ് ഫീൽഡിൽ. ക്ലിയർ? ശരി, നമുക്ക് അടുത്തത് നോക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫീസാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് 2 എക്സാംസിനും അപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പമില്ല എന്നുള്ളത് പറഞ്ഞു. സോ ഓരോ എക്സാംസിനും നിങ്ങൾക്ക് ജനറൽ കാൻഡിഡേറ്റ്സിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 850 രൂപയാണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത്. ഓക്കെ. ഓക്കെ. ഇപ്പം നിങ്ങൾ അതുപോലെ ഓഫീസറിനും അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുപോലെ ക്ലർക്കിനും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 850 + 850 ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. 1700 രൂപയായിരിക്കും നിങ്ങൾക്ക് ഫീസായിട്ട് വരുന്നത്. ഓക്കെ. നിങ്ങൾ SC ST ആ ഒരു വിഭാഗത്തിലാണെങ്കിൽ നിങ്ങൾക്ക് 175 രൂപയാണ് 2ലും അപ്ലൈ ചെയ്യേണ്ട ഫീസ് വരുന്നത്. ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞത്? ശരി, നിങ്ങൾക്ക് 2 എക്സാംസിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി എക്സാംസ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 8/6/2021 മുതൽ 28/6/2000, അതായത് ഈ മാസം 28-ാം തീയതി വരെയാണ് ഫീസ് അപ്ലൈ ചെയ്യാനുള്ളതും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ശരി. സോ നമ്മൾ ഫീസിൻ്റെ കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓൺലൈൻ എക്സാമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ക്ലർക്കൽ ലെവലിനാണ്. ക്ലർക്കൽ ലെവലിനെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ വരുന്നത് ഫസ്റ്റ് സ്റ്റേജ് പ്രിലിംസിൽ ആ കൂടി 2 കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. റീസണിങ്ങും അതുപോലെ മാത്സും, ന്യൂമറിക്കൽ എബിലിറ്റി മാത്സ്. ഓക്കെ. 40 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. 40 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഇതിൽ എല്ലാത്തിലും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/4 ആണ് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് വരുന്നത്. അതായത് 1 മാർക്കാണ് കൊടുക്കുന്നതെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കാണെങ്കിൽ അതിൻ്റെ 0.25 എന്തായിട്ട് വരും? നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ. നമുക്ക് ഇത് 2 പേപ്പറും കൂടി 45 മിനിറ്റ് ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ തന്നെ മെയിൻ എക്സാം, ക്ലർക്കിലിൻ്റെ തന്നെ മെയിൻ എക്സാം. സോ മെയിൻ എക്സാംസിന് നമുക്ക് വരുന്നത് ഇതിലുള്ളതുപോലെ റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റിയും ഉണ്ട്. ഓക്കെ. സെയിം 40 ക്വസ്റ്റ്യൻ. ഇവിടെ വരുന്നത് റീസണിങ്ങിന് 50 മാർക്കാണ്, അതുപോലെ ന്യൂമറിക്കൽ എബിലിറ്റിക്കും 50 മാർക്കായിട്ടാണ് വരുന്നത്. ഇനി കമ്പ്യൂട്ടർ നോളേജിന് അവർ വരുന്നത് 40 ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ 20 മാർക്കാണ് വരുന്നത്. ഇനി ജനറൽ അവയർനെസ്സിന് 40 ക്വസ്റ്റ്യൻ ആണ്, 40 മാർക്കാണ്. പിന്നെ വരുന്നത് ഇംഗ്ലീഷാണ്, 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്. ഓക്കെ അല്ലേ? ടോട്ടൽ 200 ക്വസ്റ്റ്യൻ 200 മാർക്ക്. കോമ്പോസിറ്റ് ഓഫ് 2 മണിക്കൂർ. ക്ലിയർ? ഇതേ പാറ്റേൺ തന്നെയാണ് നമുക്ക് PO ലെവലിനും വരുന്നത്. ഓക്കെ. ഓഫീസർ പോസ്റ്റ്. ഇവിടെ സ്റ്റാർ ഇട്ടിട്ട് കാണിച്ചിട്ടുണ്ട്, അതായത് മീഡിയം ഓഫ് ലാംഗ്വേജ് ആണ്. നിങ്ങൾക്ക് മലയാളത്തിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് ഈ എക്സാം എഴുതാവുന്നതാണ്. ക്ലറിക്കലായാലും PO ലെവലായാലും നിങ്ങൾക്ക് 2 എക്സാം മലയാളത്തിലും എഴുതാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ. ഓഫീസർ 1നും ക്ലറിക്കലിനും മാത്രമാണ് ഈ ഒരു പ്രൊവിഷ്യൻസി അവർ തന്നിരിക്കുന്നത്. ഓക്കെ. ശരി. സോ 2 മണിക്കൂർ, ഇവിടെ 45 മിനിറ്റ്. ശരി, നമുക്ക്
അടുത്തത് സ്കെയിൽ 1 പോസ്റ്റിലേക്ക് പോകാം. സെയിം തന്നെ റീസണിങ്ങും മാത്സും. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ന്യൂമറിക്കൽ എബിലിറ്റിയും എന്ന് പറയുന്നത് മാത്സ് തന്നെയാണ്. സെയിം തന്നെ 40 ക്വസ്റ്റ്യൻ, 40 മാർക്ക്, 45 മിനിറ്റ് ആണ് രണ്ടും കൂടി വരുന്നത്. പിന്നെ ഓഫീസർ സ്കെയിൽ 1, ഓക്കെ, സെയിം സിലബസ് തന്നെയാണ്. നമ്മൾ ക്ലറിക്കലിന് കണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും വരുന്നത്. പക്ഷേ വ്യത്യാസമുണ്ട്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇല്ല, വ്യത്യാസമില്ല. നമുക്കിവിടെ സെയിം തന്നെയാണ്. 40 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻ 50 മാർക്ക് തന്നെയാണ്. ബാക്കിയെല്ലാം എന്താ 40 വെച്ചിട്ടാണ്. പിന്നെ കമ്പ്യൂട്ടർ നോളേജിന് എന്താ 20 മാർക്കാണ് അവർ തരുന്നത്. ഓക്കെ, ബാക്കി 40 മാർക്ക് വെച്ചിട്ടാണ് എല്ലാത്തിനും പ്രൊവൈഡ് ചെയ്യുന്നത്. സെയിം ഇത് തന്നെയാണ്. ക്ലർക്കലിന് എന്താണ് നമ്മൾ കണ്ടത് അതേ കാര്യം തന്നെയാണ് എന്താ PO ലെവലിലും വരുന്നത്. ശരി, ഇനി സ്കെയിൽ 2 നമ്മൾ ജനറൽ ബാങ്കിങ് മാനേജർ കണ്ടായിരുന്നു അല്ലേ. അതായത് IT ഓഫീസർ അങ്ങനെയുള്ളതല്ലാത്ത വകുപ്പ് ജനറൽ മാനേജറായിട്ട് വരുന്ന, ഡയറക്റ്റ് മാനേജറായിട്ട് നമുക്ക് കിട്ടാവുന്നത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക്. സോ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അവിടെ ഫിനാൻഷ്യൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ പേപ്പറും കൂടി വരും. പിന്നെ നമുക്ക് ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് മൊത്തം വരുന്നത് റീസണിങ് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ നോളജ് വരുന്നുണ്ട്, ഫിനാൻഷ്യൽ അവയർനെസ്, അതുപോലെ ഇംഗ്ലീഷ് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനുമാണ്. എക്സ്ട്രാ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒപ്പം മാത്സിൻ്റെ ഒപ്പം ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനും കൂടി വരുന്നതായിരിക്കും. സെയിം നമുക്കിവിടെ എന്താ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കി. 40 ക്വസ്റ്റ്യൻസും 40 ക്വസ്റ്റ്യൻസും 50 മാർക്ക് 50 മാർക്ക് റീസണിങ്ങിനും അതുപോലെ എന്താ മാത്സിനും. ബാക്കി കമ്പ്യൂട്ടർ നോളജിന് 20 മാർക്കാണ്. പിന്നെ ഫിനാൻഷ്യൽ അവയർനെസ്സിന് എന്താ ഇവിടുത്തെ ജനറൽ അവയർനെസ് മാറ്റി എന്താക്കി ഫിനാൻഷ്യൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു കാര്യമാക്കി. അത്ര വ്യത്യാസമുള്ളൂ. ഇവിടെ എന്താ 40 മാർക്കാണ് 40 ക്വസ്റ്റ്യൻസ്. ശരി, ഇംഗ്ലീഷിന് എന്താ 40 മാർക്കുണ്ട് 40 ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇനി നമുക്ക് വരാനുള്ളത് ഓഫീസർ സ്കെയിൽ 2. ഇതിനൊരു എക്സ്ട്രാ പേപ്പറും കൂടി കൂടുതൽ വരും. അത് എന്താണ് പ്രൊഫഷണൽ നോളജ് എന്ന് പറയുന്ന ഒരു പേപ്പറും കൂടിയാണ് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. പ്രൊഫഷണൽ നോളജ് അതായത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഇപ്പോൾ IT ആണെങ്കിൽ IT-യുമായിട്ട് ബന്ധപ്പെട്ട പേപ്പർ ആവാം, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ CA-യുമായി ബന്ധപ്പെട്ട പേപ്പർ ആയിരിക്കും വരുന്നത്. അതാണ് പ്രൊഫഷണൽ നോളജ്. 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്. ഇവിടെ നിങ്ങൾക്ക് 2.5 മണിക്കൂറിൻ്റെ ആയിരിക്കും സ്പെഷ്യലിസ്റ്റ് കേഡർ വരിക. ഇവിടെ എന്ന് പറയുന്നത് 2 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നത്. ക്ലിയർ ആണോ? ശരി, ഇനി നമുക്ക് നോക്കാനുള്ളത് ഓഫീസർ സ്കെയിൽ 3 ആണ്. സെയിം എന്താണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് സ്കെയിൽ 3ക്കും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, സെയിം സിലബസ് തന്നെയാണ്. ഓക്കെ, ശരി, ഇനി നമുക്ക് ഞാൻ പറഞ്ഞ പെനാൽറ്റിയാണ്, അതായത് നെഗറ്റീവ് മാർക്കിങ്ങിനെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി കട്ട് ഓഫ് എന്ന് പറയുന്നത് വേക്കൻസീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവർ കട്ട് ഓഫ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എല്ലാ പോസ്റ്റിനും അങ്ങനെ തന്നെയാണ്. കട്ട് ഓഫ് എന്ന് പറയുന്നത് അവർ ഇപ്പോഴേ പറഞ്ഞിട്ടില്ല. വേക്കൻസീസ് എങ്ങനെയാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അതനുസരിച്ചിട്ടായിരിക്കും അവർ കട്ട് ഓഫ് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കാണാനുള്ളത് വേക്കൻസീസ് ആണ്. കേരളത്തിലെ വേക്കൻസീസ് പൂർണ്ണമായിട്ടും നമുക്ക് പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. നോട്ട് രജിസ്റ്റേർഡ് എന്നുള്ള രീതിയിലാണ് അതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് ഇനി റിപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഓഫീസ് അസിസ്റ്റൻറ്റ്, അതായത് ക്ലറിക്കൽ ലെവൽ. പിന്നെ വരുന്നത് ഓഫീസർ സ്കെയിൽ 1 ആണ്. നമുക്ക് എന്തായാലും വേക്കൻസി എന്ന് പറയുന്നത് 100ൻ്റെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ 100ൽ താഴെ ആയിരിക്കും നമുക്ക് ക്ലറിക്കൽ ലെവലുള്ള പോസ്റ്റിന് വേക്കൻസീസ് വരിക എന്നുള്ളത്. കേരള ഗ്രാമീൺ ബാങ്കിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത് 100ൽ താഴെ ആയിരിക്കും. പിന്നെ നമുക്ക് വരുന്ന ഓഫീസർ സ്കെയിൽ 1ലേക്കുള്ളതാണെങ്കിൽ 60ൽ താഴെ ആയിരിക്കും നമുക്ക് സ്കെയിൽ 1ലും റിപ്പോർട്ട് ചെയ്യാൻ, ഈ വർഷം റിപ്പോർട്ട് ചെയ്യാൻ ചാൻസസ് ഉള്ളത്. ഓക്കെ, ഇനി ഈ പറയുന്ന ഓഫീസർ സ്കെയിൽ 2 എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന അഗ്രികൾച്ചർ ഓഫീസർ, മാർക്കറ്റിംഗ്, ട്രഷറി, ഇതെല്ലാം 10ൽ താഴെ ആയിരിക്കും റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, 100ൽ താഴെയും 60ൽ താഴെ ആയിരിക്കും. ഇതിൽ കൂടുക എന്ന് പറയുന്നത് ചാൻസസ് കുറവാണ്. ഓക്കെ, കാരണം അത്രയും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കേരളത്തിലെ റിപ്പോർട്ടിംഗ് ഇത് സിസ്റ്റം അനുസരിച്ചിട്ട് അതിൽ താഴെ വരാൻ ചാൻസസ് ഉള്ളൂ. കൂടുക എന്ന് പറയുന്നത് ചാൻസ് കുറവാണ്. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇനി നമുക്ക് വരുന്നത് കേരളത്തിലുള്ള എക്സാമിനേഷൻ സെൻറ്റേഴ്സാണ്. കേരളത്തിൽ നമുക്ക് പ്രിലിമിനേഷൻ എക്സാമിനേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് കാസർഗോഡ്, അതുപോലെ പത്തനംതിട്ട, ഇടുക്കി, വയനാട് 4 ജില്ലകളിലില്ല. ബാക്കി എല്ലാ ജില്ലകളിലും എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്.
ഓക്കെ, ഇനി വരുന്നത് മെയിൻസ് എക്സാം ആണ്. മെയിൻസ് എക്സാമിനേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരമാണ്. ഇനി ഞാൻ പറഞ്ഞു സ്കെയിൽ 2 ഓഫീസർ 2ഉം ഓഫീസർ 3ഉം എന്ന് പറയുന്നതിന് ഒറ്റ ഒരു എക്സാമാണുള്ളത്. അത് നടക്കുന്നത് എവിടെയായിരിക്കും? കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരത്തായിരിക്കും നടക്കുന്നത്. ഓക്കെ, ശരി. ഇനി എനിക്ക് പറയാനുള്ളത് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, കഴിഞ്ഞ SBI ക്ലർക്ക് പറഞ്ഞ സമയത്ത് നമ്മുടെ കമൻസിൽ കുറച്ച് ആൾക്കാർ ചോദിച്ച കുറച്ച് ഡൗട്ട്സ് എന്ന് പറയുന്നത് തമ്പ് ഇംപ്രഷൻ, അതുപോലെ സിഗ്നേച്ചർ, ഇതാണ് മിക്കവരും തെറ്റിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. ഓക്കെ, ഒന്ന് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് ഫോട്ടോയാണ്, ഫോട്ടോയുടെ സൈസ്. ഓക്കെ, പിന്നെ അവർ പറയുന്നത് 20 KB-ക്കും 50 KB-ക്കും ഇടയിലായിരിക്കണം ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത്. പിന്നെ പുതിയ ഫോട്ടോ ആയിരിക്കണം ഓക്കെ എടുക്കേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. അതേ ഫോട്ടോ തന്നെ ആയിരിക്കണം പിന്നീട് വരുന്ന കാര്യങ്ങൾക്കെല്ലാം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതുകൊണ്ട് എടുക്കുമ്പം എന്ത് ചെയ്യുക, കുറച്ച് കൂടുതൽ എടുത്തു വെക്കുക. ഇനി ഫോട്ടോഗ്രാഫറിനെ പോലെ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ സിഗ്നേച്ചർ എന്ന് പറയുന്ന കാര്യം. സിഗ്നേച്ചർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആവരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് പെന്ന് കൊണ്ട് വേണം നിങ്ങൾ സിഗ്നേച്ചർ ഒരു വൈറ്റ് പേപ്പറിൽ ചെയ്തിട്ട് വേണം അത് സ്കാൻ ചെയ്ത് കയറ്റാൻ. ഇനി അതുപോലെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ചെയ്യുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് ബ്ലൂവോ ബ്ലാക്കോ യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാത്തിനും എന്ത് ചെയ്യുക, ബ്ലാക്ക് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഹാൻഡ് റിട്ടൺ ഫോമാണ്. ഓക്കെ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനാണ്. അതായത് ഇതാണ് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് hereby declare that all the information submitted by me in the application form is correct, true, valid, and I will present the supporting documents as and when required. ഈ പറയുന്ന കാര്യം ആണ് എന്ത് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ബ്ലാക്ക് പെന്നിലാണ് ഒരു വൈറ്റ് പേപ്പറിലാണ് എഴുതിയിട്ട് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെ ആയിരിക്കണം എഴുതേണ്ടത്, ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണം എഴുതേണ്ടത്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഈ 4 കാര്യമാണ് എനിക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. പ്രത്യേകം ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ അവർ അനക്സർ ഫോംസായിട്ട് അറ്റാച്ച്മെൻറ്റ്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ അനക്സർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള വേക്കൻസീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. രണ്ടാമത്തെ അനക്സർ എന്ന് പറയുന്നത് എക്സാമിനേഷൻ സെൻറ്റേഴ്സാണ്. മൂന്നാമത്തെ അനക്സർ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഫോട്ടോഗ്രാഫർ, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആ ഒരു ഫോമിൽ പറഞ്ഞിട്ടുണ്ട്. അനക്സർ 3-ൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയായിരിക്കണം, എങ്ങനെയായിരിക്കണം, ഇതിൻ്റെ സൈസ്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ സ്കാൻ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു അനക്സർ ഫോം കൃത്യമായിട്ട് വായിക്കുക. ഇനി 4-ാമത്തെ അനക്സർ എന്ന് പറയുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് കോവിഡിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഫീവർ, കഫ് അങ്ങനെയുള്ള കാര്യങ്ങളില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഫോം എക്സാമിനേഷന് പോകുമ്പം നിങ്ങൾ ആ ഒരു ഫോം കയ്യിൽ കരുതണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നത് നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ മറ്റ് സർട്ടിഫിക്കറ്റുകളെ കുറിച്ചിട്ടാണ് അത് പറയുന്നത്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അങ്ങനെയുള്ള എങ്ങനെയായിരിക്കണം അതിൻ്റെ ഫോർമാറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് അനക്സർ 4-ൽ പറയുന്നുണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്കൊരു കാര്യം കൂടി ലാസ്റ്റ് നോക്കാനുണ്ട്. അത് ഈ പറയുന്ന ഡേറ്റുകളാണ്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന ഓൺലൈൻ രജിസ്ട്രേഷനും അതുപോലെ പേയ്മെൻറ്റും ഡേറ്റ് എന്ന് പറയുന്നത് 8/6/2021 ഇന്ന് മുതൽ 28/6/2021 വരെയാണ് അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. പിന്നെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഈ വർഷം ചാൻസ് കുറവാണ്, കാരണം കോവിഡിൻ്റെ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട്. അത് ജൂലൈ മാസത്തിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ബട്ട് ചാൻസസ് കുറവാണ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. പിന്നെ അവർ പറയുന്നത് ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കാൻ ചാൻസസ് ഉള്ളത് ആഗസ്റ്റ് മാസത്തിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിസൾട്ട് വരുന്നത് സെപ്റ്റംബറിലാണ്. പിന്നെ മെയിൻസ് എക്സാമിനേഷൻ നടക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. കൃത്യമായിട്ട് ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല. ഇനി അവർ പറയുന്നത് ഇൻ്റർവ്യൂ നടക്കുന്നത് നവംബർ മാസത്തിലായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അലോട്ട്മെൻറ്റ് പാസ്സായ അടുത്ത അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജനുവരി മാസത്തിലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. സോ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ. സോ നന്നായിട്ട് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ്. താങ്ക് യു വെരി മച്ച്.